ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു രോഗം വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ശരീരം തന്നെ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നമുക്ക് അത്തരം ലക്ഷണങ്ങൾ പരിചയപ്പെടാം. അപ്പോ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഒരിക്കലും സംസാരിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? അല്ലെങ്കിൽ ശരീരം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നല്ലാതെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഓരോ അവയവങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് തുറന്ന് സംസാരിക്കാനായിട്ട് അതിന് സാധിക്കില്ല. അത് പറയുന്നത് എങ്ങനെയാണ്? ഓരോ ലക്ഷണങ്ങളിലൂടെയാണ് അത് അതിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകൾ, ലക്ഷണങ്ങളൊന്നും നെഗ്ലക്ട് ചെയ്യരുത്. അപ്പൊ അത്തരം ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ക്ഷീണമാണ്. നമ്മളൊരു വലിയൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉറക്കം മുളച്ചിട്ടില്ല, നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സ്ട്രെസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, നല്ല രീതിയിൽ ഉറങ്ങി ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി കിടന്നുറങ്ങി, എന്നിട്ടും നമുക്ക് ഉറക്ക ക്ഷീണം അല്ലെങ്കിൽ മൊത്തത്തിലൊരു ക്ഷീണം, ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരം തരുന്ന ഒരു സൈനാണ്, അല്ലെങ്കിൽ അതൊരു ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാം. പ്രമേഹത്തിന്റെ മുന്നോടിയായിട്ട് നമ്മളൊരു പ്രമേഹ രോഗിയാവാനായിട്ട് തുടങ്ങുകയാണ് എന്നതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടാം. അല്ലെങ്കിൽ ചില തൈറോയിഡിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ തൈറോയിഡിന്റെ റേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പിന്നെ ചില കണ്ടീഷൻസ്, നമുക്ക് ചില രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിന്റെ മുന്നോടിയായിട്ടും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള അതിയായിട്ടുള്ള ക്ഷീണം എന്നുള്ളതും ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ ചിന്തിക്കേണ്ടത്, നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്യരുത്, അത് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നെഗ്ലക്ട് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് നമ്മുടെ ദോഷങ്ങൾ ഉണ്ടാകുന്ന വീഷിയേഷൻ, ദുഷിപ്പ്, ദോഷങ്ങളിൽ ഉണ്ടാകുന്ന ദുഷിപ്പ്, ദഹന പ്രശ്നങ്ങള്, അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് ഫയർ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കുക, അതായത് മന്ദാഗ്നി എന്ന് നമ്മൾ പറയും. ആ രീതിയിലുള്ളൊക്കെയാണ് ഈ ക്ഷീണം, അമിതമായിട്ടുള്ള ക്ഷീണം, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ഷീണത്തിനൊക്കെ കാരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷണത്തിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മുടെ നാവില് വെള്ള നിറത്തിലുള്ള ഒരു കോട്ടിങ് കാണുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ നാവ് പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ ആസ് ആൻ ആയുർവേദിക് ഡോക്ടർ നമ്മൾ പലപ്പോഴും ആ നാവ് ഒന്ന് കാണിച്ചെന്ന് പറയാറുണ്ട് ഡയറക്റ്റ് വരുന്ന ആളുകളോട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നാവ് കാണിക്കുമ്പോൾ ഒരു വെള്ള കോട്ടിങ് നമ്മൾ കാണാറുണ്ട്. ഇത് പലപ്പോഴും ഒരു രോഗലക്ഷണമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ നാവിലുണ്ടാകുന്ന ഈ ഒരു വെള്ള കോട്ടിങ് എന്നതിലുപരി തുടർച്ചയായിട്ടുള്ള വായ്നാറ്റം അനുഭവപ്പെടാം. അപ്പൊ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഹോറൽ ഹൈജീൻ കൃത്യമല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ മുന്നോടിയായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വായ്നാറ്റം വരിക, നല്ല രീതിയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കഴുകുന്നുണ്ട്, എന്നാൽ കൂടി തുടർച്ചയായിട്ടുള്ള വായ്നാറ്റം, അതുപോലെ തന്നെ ചില നാവിലുണ്ടാകുന്ന ഈ കോട്ടിങ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ലിവറിൽ ഉണ്ടാകുന്ന ചില ഫങ്ഷൻ ഇഷ്യൂസുകൾ, ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ, ചില ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ഗട്ട് ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും. ഇതിനെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നതിനെ ആമാവസ്ഥ എന്നാണ്. അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിന്റെ ഒരു അക്കമുലേഷൻ, അത് നമുക്ക് നാവിലൂടെ നമുക്ക് കാണിക്കുന്ന ഒരു ലക്ഷണം കൂടിയാണ് ഈ പറയുന്ന നാവിലുണ്ടാകുന്ന ഈ വെളുത്ത കോട്ടിങ്. ഓക്കെ, അപ്പോ ഇത് പലപ്പോഴും ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, ഗട്ട് ഹെൽത്തുമായിട്ട് ഇംപ്രോപ്പർ ആയതിന്റെ പ്രശ്നമായിരിക്കാം, ചില മെറ്റാബോളിക് സിൻഡ്രോംസിന്റെ ഒരു ഏർലി സൈൻ ആയിരിക്കാം. മനസ്സിലായി? അങ്ങനെ കംപ്ലീറ്റ് അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരു ആയുർവേദ ഡോക്ടർക്കോ നമുക്ക് കൃത്യമായിട്ട് അത് പറയാനായിട്ട് പറ്റും, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, മറ്റു ലക്ഷണങ്ങൾ പരിശോധിച്ചതിന് ശേഷം. ഓക്കെ, പിന്നെ തേർഡ് സൈൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള തലവേദന അനുഭവപ്പെടുക. നമ്മൾ എന്താ ചെയ്യുക? തലവേദന വരുമ്പോൾ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ, തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലർ കഴിക്കും, എന്നിട്ട് ജോലിക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആളാണെങ്കിൽ വീട്ടിലത്തെ വർക്കുകൾ ചെയ്യും. പക്ഷെ ഈ തുടർച്ചയായിട്ട് ഈ പെയിൻ കില്ലർ കഴിക്കുക എന്നതിലുപരി നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല, അല്ലെ? തലവേദന എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമ്മൾ മരുന്ന് കഴിക്കുന്നു. അപ്പൊ അത് നോർമൽ അല്ല. ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഒരു ആശ്വാസം കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. തലവേദന മാറണം, അല്ലെ? പൂർണ്ണമായിട്ട് മാറണം. അപ്പൊ ഇത് പലപ്പോഴും നോർമൽ കണ്ടീഷൻ ആകാറില്ല. ഇത് പലപ്പോഴും നമുക്ക് ബി പിയിൽ ഉണ്ടാകുന്ന ചില ഫ്ലക്ച്വേഷൻസ്, ഹൈ ബി പി വരിക, അതുപോലെ തന്നെ
നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്, ടെൻഷനൊക്കെ നന്നായിട്ട് വരിക, ഉറക്കക്കുറവുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഹൈഡ്രേഷൻ കൃത്യമായിട്ട് ഇല്ലാതിരിക്കുക, ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുക, നമുക്ക് കാഴ്ചക്കുറവുകൾ ഒക്കെ അനുഭവപ്പെടുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തലവേദനയൊക്കെ നമുക്ക് വരാനായിട്ടുള്ള കാരണമുണ്ട്. പിന്നെ സെർവിക്കൽ പ്രോബ്ലം, അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസുകൾ കൊണ്ട് നമുക്ക് ഇത്തരം ഒരു തുടർച്ചയായിട്ടുള്ള തലവേദന. അപ്പൊ പലർക്കും പല കാരണങ്ങളാണ് അല്ലെ, എല്ലാത്തിനും ഒരേ കാരണമല്ല. പക്ഷെ ഞാൻ ഇതിൽ വളരെ കോമൺ ആയിട്ടുള്ള ചില കോസസ് ആണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ചില മൈഗ്രെയിന്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരാം. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ റൂട്ട് കോസ് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പൊ റൂട്ട് കോസ് അറിയണമെങ്കിൽ എന്താണ്, നമുക്ക് എങ്ങനെയെങ്കിലും സ്ക്രീനിങ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്, ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. തുടർച്ചയായിട്ട് വരുന്ന തലവേദന ഒരിക്കലും ഒരു നല്ല ലക്ഷണമല്ല. ചില ബ്രെയിൻ ട്യൂമേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടും ഈ തുടർച്ചയായിട്ടുള്ള തലവേദന കാണാറുണ്ട്. അപ്പൊ അതൊരിക്കലും നെഗ്ലക്ട് ചെയ്ത് കളയരുത്. ഓക്കെ, അടുത്തത് പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ചില ആളുകളെ കാണുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് നന്നായിട്ട് ഒരു അമിത വണ്ണം വന്നിട്ടുണ്ടാവുക അല്ലെ. ഇപ്പൊ ചില ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് അവരുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് റിഡക്ഷൻ ആയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ വരികയാണ്. ഇപ്പോൾ വെയിറ്റ് നന്നായിട്ട് കൂടുന്നതും വെയിറ്റ് നന്നായിട്ട് കുറയുന്നതും ആരോഗ്യപരമായിട്ട് നല്ലതല്ല അല്ലെ. അപ്പോ ഇത് രണ്ടും നമുക്കൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് ശരിയല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഈ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം, മെറ്റാബോളിക് ചേഞ്ചസുകൾ ഉണ്ടാകാം, ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഇത് കാരണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇൻസുലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, പ്രമേഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തിനു പറയുന്നു, നമുക്ക് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ പെട്ടെന്നൊക്കെ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് എന്തെങ്കിലും മാരക രോഗത്തിന്റെ കാരണം, പ്രത്യേകിച്ച് ക്യാൻസറിന്റെ ഒക്കെ ഒരു പ്രധാന സൈൻ ആൻഡ് സിംറ്റം ആണ് പെട്ടെന്ന് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്. ഇപ്പൊ എല്ലാം അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. അതുപോലെ വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നതിനും സാരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തൈറോയിഡിലൊക്കെ ചില തൈറോയിഡുകൾ വരികയാണെങ്കിൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ഔഷധം, അല്ലെങ്കിൽ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നങ്ങളാണ് ദഹന പ്രശ്നങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഛർദ്ദിക്കാൻ വരും. എന്ത് നല്ല ഫുഡ് നമുക്ക് തന്നാലും അതിനോടൊരു ഇഷ്ടമില്ലായ്മ, അല്ലെങ്കിൽ അത് കഴിക്കാൻ തോന്നുന്നില്ല, പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു, അസിഡിറ്റി ഉണ്ടാകുന്നു. അതുപോലെ വയറെപ്പോഴും ബ്ലോട്ടിങ് ചെയ്ത് നിൽക്കുക, എന്ത് കഴിച്ചാലും വയറ് ബ്ലോട്ടിങ് ആയിട്ട് നിൽക്കുക. ഡെയിലി വരുന്ന ഒരു കാര്യം മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, മലബന്ധം പോലെ വരിക. ഇതൊന്നും നോർമൽ അല്ല. എപ്പോഴും ഇതേപോലെ വയറ് ചാടി നിൽക്കുന്നു, അല്ലെങ്കിൽ അസിഡിറ്റി വരുന്നു, എന്ത് വന്നാലും ബുദ്ധിമുട്ടുകൾ, ഈ ദഹന പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കൂടെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു നോർമൽ കണ്ടീഷൻ അല്ല. അതിന് ചികിത്സ ആവശ്യമാണ്. അതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നു എന്നുള്ളതും കൂടി അറിയണം. ഏർലി ഡിറ്റക്ഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അവിടെ ഇത് പലപ്പോഴും IBS എന്ന് പറയുന്ന കണ്ടീഷൻ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷണമാകാം. അല്ലെങ്കിൽ ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുന്ന അവസ്ഥ, ലിവറിൽ ഓവർലോഡ് ആയിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ്, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം വരാം. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് ഏർലി ഡിറ്റക്ഷൻ ഇസ് എ ടൂൾ. അപ്പൊ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് വരുന്നത്, അതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് റൂട്ട് കോസ് കണ്ടുപിടിച്ചാൽ പിന്നെ ചികിത്സ വളരെ എളുപ്പമാണ്. എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സമയങ്ങളിലാണ് ബോഡി നമ്മുടെ അടുത്ത് സഹായം ചോദിക്കുന്നത്. എന്നെ രക്ഷിക്കൂ, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് ലക്ഷണങ്ങളിലൂടെയാണ് ബോഡി നമ്മളായിട്ട് സംവദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ബോഡിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അതിനൊരു മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് മുന്നിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പലപ്പോഴും എൻ്റെ അടുത്ത് പലരും പറയുന്നത്, എനിക്ക് ഇങ്ങനെ പുറത്തു പോയിട്ട് ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ M-Fine എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സൗകര്യങ്ങളാണ്. ലാബ് ടെസ്റ്റ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് തന്നെ
നിങ്ങൾക്ക് അതിന്റെ സാമ്പിളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അതിന്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഹെൽപ്പ്, മെഡിക്കൽ ഹെൽപ്പ് ഒക്കെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇതിനെല്ലാം ഉപരി നമ്മൾ ആയുർവേദ രീതിയിലുള്ള ചികിത്സകളും ഔഷധങ്ങളും ഒക്കെ ലഭ്യമാണ്. നമ്മളെ ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി ഈ ക്ലിനിക്ക് നമ്പറിൽ. തീർച്ചയായിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ കേട്ടോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.